2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി UDF-ൽ നിന്ന് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകകക്ഷി ഏതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം ഒന്നേ ഉള്ളൂ. അത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ പൊതുവെയുള്ള ഒരു കേഡർ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നമ്മൾ കാണുമ്പോൾ ലീഗിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് അവിടെ UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് എന്നുള്ളതും ഏവർക്കും അറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണത്തിൻ്റെ ഇടനാഴിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ലീഗിന് ഇനി ഒരു വട്ടം കൂടി അത് ആലോചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് കരുത്ത് പകർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. ഇക്കുറി അവർ സീറ്റുകൾ പോലും വെച്ചു മാറാൻ തയ്യാറാകുന്നുണ്ട്. കാരണം വിജയത്തിലെത്തണം. അത് എന്തെല്ലാം തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നാണ് ലീഗ് പൊതുവെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. 2021 ലീഗ് 25 സീറ്റിലാണ് മത്സരിച്ചത്. 2021 പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു തുടർഭരണം ഉണ്ടാകുന്നു, ഒരു LDF തരംഗം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ അവസരത്തിൽ 25 സീറ്റ് കിട്ടിയ ലീഗ് അവർക്ക് 15 സീറ്റിൽ മാത്രമാണ് വിജയം കൈവരിക്കാൻ സാധിച്ചത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മണ്ഡലങ്ങളെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് അവർ സൂക്ഷിക്കുന്നവരാണ്. പക്ഷെ 10 സീറ്റ് നഷ്ടപ്പെട്ടത് അവർക്ക് വലിയ ഷോക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇക്കുറി പ്രത്യേകിച്ച് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന ഈ വേളയിൽ, അതുപോലെ തന്നെ ശബരിമല വിഷയം ഉൾപ്പെടെയുള്ളവ നിൽക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന LDF സർക്കാരിന് വൻ തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇത്തവണയും 25 സീറ്റ് തന്നെയായിരിക്കും. ഈ 25 സീറ്റിൽ 20 കേരള നിയമസഭയിൽ എത്തിക്കണം. അതായത് കുറഞ്ഞത് 80% വിജയം എങ്കിലും ഉറപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ലീഗിന്റെ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് 2021 നേരിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട ചില മണ്ഡലങ്ങളുണ്ട്. 5 മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. ആ 5 മണ്ഡലങ്ങളെ ഇവർക്ക് കൃത്യമായി തിരിച്ചു പിടിക്കാൻ കഴിയും എന്നാണ് മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ. 2021 നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടതാണ്. അതില് ആദ്യത്തേത് കുറ്റ്യാടി മണ്ഡലമാണ്. അവിടെ ലീഗും CPM-ഉം തമ്മിലുള്ള പോരാട്ടമായിരുന്നു നടന്നത്. 333 വോട്ടുകൾക്കാണ് അവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. അത് പാറയ്ക്കൽ അബ്ദുള്ളയുടെ വിജയമാണ് അവിടെ ഉണ്ടായത്. അപ്പൊ 333 വോട്ടെന്ന് പറയുന്നത് വളരെ നിസാരമാണ്. ഇത്തവണ ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് തിരിച്ചു പിടിക്കാം എന്ന് ലീഗ് കണക്ക് കൂട്ടുന്നുണ്ട്. കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ കൂടി ഇറക്കി കഴിഞ്ഞാൽ അത് ലീഗിന്റെ കൈകളിലേക്ക് തന്നെ എത്തും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. രണ്ടാമത് വരുന്ന മണ്ഡലം ലീഗിൽ നിന്ന് മത്സരിച്ച PK ഫിറോസ് 1000 വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലമാണ് താനൂര്. അത് അബ്ദുറഹിമാനോട്, നമ്മുടെ സ്പോർട്സ് മന്ത്രിയായിട്ടുള്ളത്. ഈ സ്പോർട്സ് മന്ത്രി ഇടതുമുന്നണിക്ക് തന്നെ ഒരു വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് അബ്ദുറഹിമാൻ വീണ്ടും സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. എല്ലാ തരത്തിലും കായിക കേരളത്തിനെ പറ്റിച്ചു നടക്കുന്ന ഒരു മന്ത്രി, യാതൊരു തരത്തിലുള്ള കഴിവും പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയിട്ടുള്ള ഒരു മന്ത്രി, അങ്ങനെയുള്ള അദ്ദേഹം അന്ന് 1000 വോട്ടുകൾക്ക് മാത്രമാണ് 21 ജയിച്ചത്. LDF-ന്റെ ഒരു തരംഗമുണ്ടായ വേളയിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു തരംഗമില്ല. LDF-ന് പ്രതികൂല സാഹചര്യമാണ്. ആ സാഹചര്യം മുതലെടുക്കാൻ താനൂരിൽ നിന്ന് PK ഫിറോസ് തന്നെ ആയിരിക്കും മത്സരിക്കുക. അങ്ങനെ താനൂരും അവർക്ക് വളരെ അധ്വാനമൊന്നും ഇല്ലാതെ തന്നെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നാണ് ലീഗ് കണക്ക് കൂട്ടുന്നത്. മൂന്നാമത്തെ മണ്ഡലമാണ് അതിപ്രധാനമായിട്ടുള്ളത്. കേരള നിയമസഭയിൽ പിണറായി വിജയന് തലവേദനയായി തീരുന്ന 2-3 പേരുണ്ട്.
ഒന്ന് മാത്യു കുഴൽനാടൻ, 2 KK രമ, 3 KM ഷാജി. KM ഷാജി എന്ന് കേട്ടാൽ പിണറായി വിജയന് അരിശം മൂക്കുമെന്നുള്ളതാണ്. 2011 അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് KM ഷാജിയാണ് വിജയിച്ചത്. അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് തന്നെ 2016 മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാറിനെ പരാജയപ്പെടുത്തി കേരള നിയമസഭയിലെത്തി. 2016 നിയമസഭയിൽ ഉണ്ടായിരുന്നതാണ് അസ്വസ്ഥതപ്പെടുത്തിയത്. 2021 വന്നിട്ട് KM ഷാജി അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു. LDFന്റെ ഒരു തരംഗമുണ്ടായ വേളയിൽ 6000 വോട്ടുകൾക്ക് അവിടെ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് തന്നെ ആയിരിക്കും KM ഷാജി ഇനിയും മത്സരിക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗിലെ ഒരു തീപ്പൊരിയായിട്ട് നിൽക്കുന്ന KM ഷാജി നിയമസഭയിൽ അനിവാര്യമാണ് എന്ന് മുസ്ലിം ലീഗ് കരുതുന്നു. അത് യുവജനങ്ങൾക്കിടയിൽ വലിയ ഹരമായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് KM ഷാജി. അപ്പോൾ ഈ 6000 വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് KM ഷാജി പരാജയപ്പെട്ടത്. ഇത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നും പാർട്ടി കരുതുന്നുണ്ട്. കാരണം ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉടനീളം നിൽക്കുകയാണ്. അപ്പോൾ KM ഷാജിയെ തന്നെ അഴീക്കോട് മണ്ഡലത്തിലേക്ക് ഇറക്കും. പിന്നീട് വരുന്നത് കോഴിക്കോട് സൗത്ത് മണ്ഡലമാണ്. ഇത് ഏറെ നാളായിട്ട് MK മുനീർ കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ്. MK മുനീറിലെ വളരെ സുരക്ഷിതമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. പക്ഷേ മുനീർ പിന്നീട് കൊടുവള്ളിയിലേക്ക് മാറുകയുണ്ടായി. കൊടുവള്ളിയിലേക്ക് മാറിയപ്പോൾ ലീഗ് ആദ്യമായി ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കോഴിക്കോട് സൗത്തിൽ പരീക്ഷിച്ചു. പക്ഷേ അഹമ്മദ് ദേവർകോവിലിനോട് 1000 വോട്ടുകൾക്ക് പരാജയപ്പെടുകയാണ് ചെയ്തത്. അഹമ്മദ് ദേവർകോവിലും വലിയ പരാജയമാണ് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും 26 അവിടെ നടക്കുന്ന മത്സരത്തില് മുസ്ലിം ലീഗ് വീണ്ടും കോഴിക്കോടുള്ള ഒരു യുവ വനിതാ നേതാവിനെ തന്നെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുന്ന അവസരത്തിൽ ഈ മണ്ഡലം കോഴിക്കോട് സൗത്ത് ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. അടുത്തത് പ്രധാനമായിട്ട് വരുന്നത്, ഇത്രയും പറഞ്ഞത് ലീഗിന്റെ കോട്ട കൊത്തളങ്ങളാണ് കുറ്റ്യാടിയും താനൂരും അഴീക്കോടും കോഴിക്കോട് സൗത്തും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് തൃശ്ശൂർ വരെ മാത്രമാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പല ഭാഗങ്ങളിലും തെക്കൻ കേരളത്തിൽ പോലും ഇവർ സീറ്റ് UDFനോട് കോൺഗ്രസിനോട് ചോദിച്ചു വാങ്ങുകയാണ്. പ്രത്യേകിച്ച് പുനലൂർ പോലുള്ള മണ്ഡലത്തിലും വന്ന് നിന്ന് മത്സരിച്ചു എന്നുള്ളതാണ്. ഇരവിപുരം. ഇനിയിപ്പോൾ 5ാമത് വരുന്ന മണ്ഡലം കളമശ്ശേരി മണ്ഡലമാണ്. ഇവർക്ക് ചില കാരണങ്ങളാൽ 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായ ഒരു വീഴ്ചയിൽ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ മണ്ഡലമാണ് കളമശ്ശേരി. പാലാരിവട്ടം പാലത്തിലൂടെ തകർന്നു പോയ ലീഗിന്റെ കയ്യിൽ നിന്ന് ഇബ്രാഹിം കുട്ടിയായിരുന്നു അന്ന് മുമ്പ് അവിടെ മത്സരിച്ച് വിജയിച്ചിരുന്നത്. ഇബ്രാഹിം കുട്ടിയുടെ മകൻ അബ്ദുൾ ഗഫൂർ 2021 മത്സരിച്ചു. എന്നിട്ട് P രാജീവനോട്, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയായ രാജീവനോട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കളമശ്ശേരിയും കൊച്ചിയും കൂടി ലീഗും കോൺഗ്രസും തമ്മിൽ വെച്ചുമാറാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. കൊച്ചിയിൽ LDFന്റെ CPMന്റെ സ്ഥാനാർത്ഥി മാക്സി തന്നെയാണ്. അദ്ദേഹം തന്നെ മത്സരിക്കുമെന്ന് അറിയുന്നു. പക്ഷേ കളമശ്ശേരിയിൽ DCC അധ്യക്ഷനെ മത്സരിക്കാൻ ഇറക്കും. കോൺഗ്രസിന് സീറ്റ് കൊടുക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ചിലയിടങ്ങളിൽ ഇവർ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട്. എന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് കൊച്ചിയിൽ വന്നിട്ട് ലീഗിന്റെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ മത്സരിപ്പിക്കാനായിട്ടാണ് തീർച്ചപ്പെടുത്തുന്നത്. LDFൽ നിന്ന് CPMന്റെ മാക്സി തന്നെ ആയിരിക്കും തുടർന്നും മത്സരിക്കുക എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ 5 മണ്ഡലങ്ങൾ ഇവർക്ക് 10 സീറ്റാണ് 21 നഷ്ടപ്പെട്ടത്. അതിൽ ഈ 5 മണ്ഡലങ്ങൾ എന്തായാലും കുറ്റ്യാടിയും താനൂരും അഴീക്കോടും കോഴിക്കോട് സൗത്തും കളമശ്ശേരിയും LDFന്റെ കയ്യിൽ നിന്ന് ലീഗ് തിരിച്ചു പിടിക്കും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.